LDFിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് ചേരുന്ന LDF യോഗത്തിൽ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കും. ഇന്ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും. നേരത്തെ നടന്ന ഉഭയകക്ഷി ചർച്ചകൾ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. LDFന് വിജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകളിൽ ഒരു സീറ്റ് CPIM ഏറ്റെടുക്കും. രണ്ടാമത്തെ സീറ്റിനായാണ് CPI, കേരള കോൺഗ്രസ് എം, RJD, NCP കക്ഷികൾ രംഗത്തെത്തിയത്. RJDക്കും NCPക്കും സീറ്റ് നൽകില്ലെന്ന് CPIM അറിയിച്ചിട്ടുണ്ട്. CPIMുമായും കേരള കോൺഗ്രസ് എമ്മുമായും CPIM ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇരു കക്ഷികളും CPIMനെ അറിയിച്ചു. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും ഒരു പ്രതിനിധി പോലുമില്ല. ഈ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാൻ ആകില്ലെന്നാണ് ഇരു പാർട്ടികളുടെയും നിലപാട്. CPIM ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റ് വിട്ടുകൊടുത്ത പ്രശ്നം പരിഹരിക്കുമോ എന്നതും അഭ്യൂഹങ്ങളായി ഉയരുന്നു. കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. സീറ്റ് CPIM ഏറ്റെടുക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കും. തോമസ് ഐസക്, പുത്തലത്ത് ദിനേശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാന പരിഗണനയിൽ. 24 തിരുവനന്തപുരം.